ക്വാളിറ്റി ഓഫ് സർവീസ്. നിങ്ങൾ ഒരു ഫുഡ് ബിസിനസ്, അതായത് ഒരു റെസ്റ്റോറൻറ്റ് തന്നെ തുടങ്ങി എന്ന് കരുതുക. ഇങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് മാക്സിമം ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ ഉള്ള സജ്ജീകരണങ്ങളൊക്കെ വെച്ച് മാക്സിമം നന്നായിട്ടുള്ള ഫുഡുകൾ കൊടുക്കുവാൻ, അതായത് നല്ല കാണുവാനും അതുപോലെ ടേസ്റ്റും ആകർഷകവുമായ ഫുഡുകൾ കൊടുക്കുവാനും ശ്രമിക്കും. എന്നാൽ ക്രമേണ ഈ രീതിയിൽ നിന്നും നിങ്ങൾ കച്ചവടം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഈ രീതിയിൽ നിന്ന് ചെറുതായി മാറിക്കൊണ്ട് ചെറുതായി നിങ്ങളുടെ കൊടുക്കുന്ന സർവീസിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുവാൻ ചിലരെങ്കിലും ശ്രമിക്കുന്നുണ്ടാകും. അതായത് ശരിയായ പ്രൊഡക്റ്റുകൾക്ക് പകരം ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക, കുക്കിങ്ങിന് ക്വാളിറ്റി കുറഞ്ഞ എണ്ണ ഉപയോഗിക്കുക, ഇതുപോലുള്ള ചില കാര്യങ്ങൾ ചിലരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് ലാഭം ഉണ്ടാക്കി കളയാമെന്ന് വിചാരിക്കുന്നവരുണ്ടാകും. പക്ഷേ ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് ലോങ് ടേമിൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നവർക്കും ഒരുവിധം ആളുകൾക്കൊക്കെ ഫുഡിൻ്റെ ടേസ്റ്റ് മാറുന്നത് അറിയാൻ സാധിക്കും. അതായത് നിങ്ങളുടെ റെഗുലർ കസ്റ്റമർ ആയിട്ടുള്ള ഒരാൾക്ക് നിങ്ങളുടെ ഫുഡിൻ്റെ ടേസ്റ്റ് മാറുന്നത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ അത്തരം റെഗുലർ കസ്റ്റമേഴ്സാണ് എപ്പോഴും സ്ട്രെങ്ത് ആയിട്ട് വരുന്നത് സ്ഥാപനത്തിന്. ഇത്തരക്കാർ നിങ്ങളിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് അത് വളരെ ദോഷകരമാവുകയും ടേൺ ഓവർ കുറയുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ നിങ്ങൾ ടേൺ ഓവർ കൂട്ടി പ്രോഫിറ്റ് ഉണ്ടാക്കുവാൻ, അതായത് കൂടുതൽ സെയിൽസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുവാനാണ് ശ്രമിക്കേണ്ടത്. കൂടുതൽ സെയിൽസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഐറ്റംസ് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് കോസ്റ്റ് പൊതുവെ കുറയുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ടേൺ ഓവർ കൂട്ടി പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതല്ലാതെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുവാൻ ഒരിക്കലും ശ്രമിക്കരുത്.